ട്രേഡിംഗ് ഞാൻ എന്ന് തൊട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് ലൈഫിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ കാണുന്ന ചെറിയ സെറ്റപ്പിൽ നിന്നാണ് ഞാൻ എല്ലാം തുടങ്ങിയത്. ട്രേഡിംഗിൽ നിന്ന് കുറെ പൈസ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന മാറ്റങ്ങളല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ പറയുന്ന ഡ്രോപ്പ് ഷിപ്പിംഗ് വരെ പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നിയത് ട്രേഡിംഗിൽ വന്നതിന് ശേഷമാണ്. കൂടുതലും ആൾക്കാർ വിചാരിക്കുന്നത് ട്രേഡിംഗിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പണക്കാരനാകാമെന്നും അല്ലെങ്കിൽ ട്രേഡിംഗ് നമ്മുടെ പൈസ എന്തോ കൊണ്ടക്കളയുന്ന സംഭവമാണെന്നാണ്. ആദ്യമെല്ലാം ഞാൻ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചു തുടങ്ങിയത്. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബ് നോക്കി പഠിച്ച ചെറിയൊരു സ്ട്രാറ്റജി വെച്ച് ഞാനൊരു 7000 രൂപ ഉണ്ടാക്കിയെടുത്തു. അത് വെച്ച് ഞാനൊരു അഡ്വാൻസ് ലെവൽ ക്ലാസ്സിന് ജോയിൻ ചെയ്തായിരുന്നു. പക്ഷേ അത് എനിക്ക് ഒട്ടും ഉപകരിച്ചില്ല. കാരണം ഞാൻ ബേസിക് ആയിട്ട് പഠിച്ച കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് ഇനിയും പഠിക്കാനുണ്ടായിരുന്നു. ട്രേഡിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ മാറാൻ തുടങ്ങി. ലൈഫിൽ ഒരു ഗോൾ വേണം, അതെങ്ങനെ അച്ചീവ് ചെയ്യാം, അതിനുവേണ്ടി എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസിനെല്ലാം അത്യാവശ്യം നല്ല റീച്ച് കയറി തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് കുറെ അധികം കൊളാപ്സും കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ വെറുതെ കളഞ്ഞില്ല. ഞാൻ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാനായിട്ട് ചേർന്നു. 2 മാസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരുന്നു. ബേസിക്കും അഡ്വാൻസും സൈക്കോളജിയും എല്ലാം ഉൾപ്പെടുന്ന വരുന്ന ഒരു അടിപൊളി ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊന്നും ചെയ്യാം. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കുന്നതുകൊണ്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. എന്റെ ടീമായിരുന്നു എന്റെ അക്കൗണ്ട് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫോറക്സ് ട്രേഡിംഗിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2026 അവസാനിക്കാനായിട്ട് ഇനി 8 മാസം കൂടെ ഉള്ളൂ. ആ 8 മാസത്തേക്കുള്ള പ്ലാനും കാര്യങ്ങളും എല്ലാം ഞാൻ ഡയറിയിൽ ഓരോ ടാസ്ക് ആയിട്ട് എഴുതി വെക്കുമായിരുന്നു. ഇനി അതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ട്രേഡിംഗ് പഠിക്കാൻ തുടങ്ങിയ പിന്നെയാണ് എൻ്റെ ലൈഫ് മൊത്തത്തിൽ ചേഞ്ച് ആകുന്നതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. പക്ഷേ എന്നെ ഈ ട്രേഡിങ്ങിലോട്ട് കൊണ്ടെത്തിച്ച ഒരാളുണ്ട്. ആ ആൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ കൂടുതലും അറിയാൻ ശ്രമിച്ചത്. നോർമലി പൊക്കോണ്ടിരുന്ന ഒരു ലൈഫ് ഞാൻ ഇപ്പം മൊത്തത്തിൽ മാറ്റിയെടുത്തു. എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ചെയ്തു തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ അടിപൊളിയാക്കാം. പിന്നെ ഈ കാണുന്ന എൻ്റെ ഫ്രണ്ട് എനിക്ക് ആദ്യമായിട്ട് തന്നൊരു ഹോട്ട് വീൽസ് ആയിട്ടോ. ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ എൻ്റെ ടേബിളിൽ വെച്ചേക്കും. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ട്രേഡിംഗ് ഒക്കെ എടുക്കുമ്പോഴത്തേനും എൻ്റെ മൈൻഡ് സെറ്റ് കൂളായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരി, ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.